ഹലോ മക്കളെ, ഇന്ന് നമ്മൾ സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രവർത്തനം 1 എന്താണ്? വായിക്കാം, എഴുതാം. മണിമല ഒരു കൊച്ചു ഗ്രാമം, ചെറുതെങ്കിലും മനോഹരം. മണിമല എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. മുത്തുകൾ കോർത്ത പോലെ മലകൾ നിരനിരയായി നിരന്നു കിടക്കുന്നത് കൊണ്ടാണ് ഗ്രാമത്തിന് മണിമല എന്ന് പേര് വന്നത്. മുകളിൽ ആകാശം, തൂവെള്ള മേഘങ്ങൾ ഒഴുകി നടക്കുന്ന നീലാകാശം. അതിന് താഴെ മലനിരകൾ മടക്കുകളായി നിരന്നങ്ങനെ കിടക്കുന്നു. അതിൻ്റെ താഴ്വരയിലായി മനോഹരമായ കാട്. കാട്ടിൽ നിറയെ വലിയ മരങ്ങൾ. പലതരം കാട്ടുമൃഗങ്ങളും പക്ഷികളുമുണ്ട്. മാൻ, മയിൽ, മുയൽ, മൈന, മാടത്ത, മ്ലാവ് തുടങ്ങിയ ധാരാളം പക്ഷിമൃഗങ്ങൾ. ചിലർ നൃത്തം ചവിട്ടുന്നു, ചിലർ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, മറ്റു ചിലർ വേട്ടയാടുന്നു. മരക്കൊമ്പുകളിൽ തൂങ്ങിയാടുകയാണ് കുരങ്ങന്മാർ. കാടിൻ്റെ മറുവശത്തായി വയലുകൾ, അതിൽ വിളഞ്ഞു നിൽക്കുന്ന നെന്മണികൾ. പാടവരമ്പിൽ മാവുകൾ, അതിൽ പഴുത്തു നിൽക്കുന്ന മാങ്ങകൾ. മാമ്പഴം തിന്നുന്ന പക്ഷികൾ. അങ്ങനെ നിരവധി കാഴ്ചകളാൽ സുന്ദരമാണ് മണിമല. എഴുതിയിരിക്കുന്നത് ശശിധരൻ കല്ലേരിയാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? മുത്തുകൾ കോർത്ത പോലെ കാണപ്പെടുന്നത് എന്താണ്? മേഘങ്ങൾ, മലകൾ, മരങ്ങൾ, പക്ഷികൾ. എന്താണ്? മലകളാണ് അല്ലേ? പിന്നെ ഗ്രാമത്തിന് മണിമല എന്ന പേര് വരാൻ കാരണമെന്ത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? തൂവെള്ള മേഘങ്ങൾ ഒഴുകി നടക്കുന്നതിനാൽ, പക്ഷിമൃഗാദികൾ ഉള്ളതിനാൽ, മലകൾ നിരന്നു കിടക്കുന്നതിനാൽ, വയലുകൾ ഉള്ളതിനാൽ. ഏതാണ്? ഓപ്ഷൻ സി, മലകൾ നിരന്നു കിടക്കുന്നതിനാലാണ് അല്ലേ? മൂന്നാമത്തെ ചോദ്യം, കുരങ്ങന്മാർ എന്താണ് ചെയ്യുന്നത്? തൂങ്ങിയാടുന്നു, പഴം തിന്നുന്നു, വേട്ടയാടുന്നു, ഓടുന്നു. എന്താണ് കുരങ്ങന്മാർ ചെയ്യുന്നത്? തൂങ്ങിയാടുന്നു അല്ലേ? നാലാമത്തെ ചോദ്യം, കാടിൻ്റെ മറുവശത്തായി കാണപ്പെടുന്നത് എന്ത്? കുന്നുകൾ, വയലുകൾ, പുഴ, തെങ്ങിൻതോപ്പ്. എന്താണ്? വയലുകളാണ്. ഇനി 5ാമത്തെ ചോദ്യം, ചിലർ നൃത്തം ചവിട്ടുന്നു. ആരാണ് നൃത്തം ചവിട്ടുന്നത്? മാൻ, മുയൽ, മയിൽ, മൈന. ആരാ മക്കളെ? മയിലാണ് അല്ലേ? അടുത്തത് പ്രവർത്തനം 2 വിശകലന കുറിപ്പാണ്. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും. നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലു കണ്ടോ. ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയിലെ ഈ വരികൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളുമായി ഏറെ ബന്ധപ്പെട്ടു കിടക്കുന്നു. പ്രളയം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? പ്രളയം എന്ന മഹാമാരി വന്നപ്പോഴും കേരളം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് നമുക്കതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ സാധിച്ചത്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്കും ഇത്തരത്തിലുള്ള ഒത്തുചേർന്നുള്ള നിൽപ്പിലൂടെ അവർക്ക് അവരുടെ സങ്കടം കുറയാനും സാധിച്ചു. അപ്പോൾ ഇതിനെ ബന്ധപ്പെടുത്തിയായിരിക്കണം നിങ്ങൾ വിശകലന കുറിപ്പ് എഴുതേണ്ടത്. ഇതൊക്കെ ബന്ധപ്പെടുത്തി പ്രളയം വന്നപ്പോഴുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മക്കൾ വിശകലന കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ. അതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇപ്പരൂപത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ. കവി ആരോടാണ് പറയുന്നത്? തുമ്പപ്പൂവ്, കാക്കപ്പൂവ്, ചെത്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്. ആരോടായിരുന്നു? കാക്കപ്പൂവിനോടാണ് അല്ലേ? അടുത്തത് പ്രവർത്തനം 3 കത്താണ്. ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തിൽ ഗ്രേറ്റ ട്യൂൻബെർഗ് നടത്തിയ സമരത്തെക്കുറിച്ച് പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് സ്വന്തം അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി സുഹൃത്തിന് കത്ത് തയ്യാറാക്കുക. അപ്പോൾ മക്കൾ എങ്ങനെയാണ് എഴുതേണ്ടത്? നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരനെ എഴുതുക. എന്നിട്ടോ അതിൽ നമുക്കും അതിന് ഇറങ്ങിത്തിരിക്കണം എന്നൊക്കെ രീതിയിലാണ്. ചിലപ്പോൾ എവിടെയെങ്കിലും വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ അതവിടെ ശുചിയാക്കണം, നന്നാക്കണം എന്നുള്ള, അതിന് നമ്മൾ മുൻകൈ എടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലുള്ള കത്ത് വേണമെങ്കിൽ എഴുതാം. പിന്നെ അല്ലെങ്കിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ ആയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു കത്തെഴുതുക കേട്ടോ. അതിൽ തന്നെ അടുത്തൊരു ചോദ്യമാണ്, ഗ്രേറ്റ ട്യൂൻബെർഗ് ഏത് രാജ്യക്കാരിയാണ്? ഏതാണ്? ബ്രിട്ടനാണോ, അമേരിക്കയാണോ, സ്വീഡനാണോ, യൂറോപ്പാണോ? ഏതാണ്? സ്വീഡനാണ് അല്ലേ? ഇനി പ്രവർത്തനം 4 കഥാപാത്ര പരിചയമാണ്. എരുതിയിൽ ഉയിരോടെ എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമായ സൈക്കയുടെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര പരിചയം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണല്ലേ ഇത്, സൈക്കയുടെ സ്വഭാവ സവിശേഷതകളൊക്കെ. അപ്പം നിങ്ങൾ സൈക്കയെ കുറിച്ചിട്ട് എഴുതുക കേട്ടോ.
അടുത്തത് പ്രവർത്തനം 5 പോസ്റ്റർ തയ്യാറാക്കാനാണ്. എല്ലാവരും സന്തോഷത്തോടെ കാത്തിരുന്ന ഒന്നാണല്ലോ സ്കൂൾ വാർഷികം. നിങ്ങളുടെ സ്കൂളിലെ വാർഷികാഘോഷത്തിൻ്റെ പോസ്റ്റർ തയ്യാറാക്കുക. വിശദാംശങ്ങൾ ചേർത്ത് ആകർഷകമാക്കുമല്ലോ. നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? സ്കൂൾ വാർഷികോത്സവം എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് സ്കൂളിൻ്റെ പേര്, ഇതിന് ശേഷം പ്രിയ നാട്ടുകാരെ എന്ന് എഴുതുക. എന്നിട്ട് കാരന്തൂർ MLP സ്കൂളിൽ ഫെബ്രുവരി 20 സ്കൂൾ വാർഷികം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളിത് ഏത് സ്കൂളാണോ ഏത് സ്ഥലമാണോ അത് എഴുതുക കേട്ടോ, ഏത് ഡേറ്റ് ആണോ അങ്ങനെ എഴുതുക. എന്നിട്ട് താഴെ കാര്യപരിപാടികൾ, ഉദ്ഘാടനം, അധ്യക്ഷൻ, അങ്ങനെ ഓരോ പരിപാടികളും പറഞ്ഞ് ലാസ്റ്റ് നന്ദിയൊക്കെ പറഞ്ഞ് ആ രീതിയിൽ നിങ്ങൾ കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കുക കേട്ടോ. അതിൽ തന്നെ ക്വസ്റ്റ്യൻ B എന്താണ്? ടോമോയിലെ കായികമേളയിൽ വിജയിയായത് ആര്? ഓപ്ഷൻസ് എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോട്ടോ ചാൻ, യാസാക്കി ചാൻ, തക്കാഹാഷി, കൊബായാഷി. ആരാണ്? തക്കാഹാഷിയാണ് അല്ലേ. ഇനി പ്രവർത്തനം 6 അനുഭവക്കുറിപ്പ്. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്ത് ഊഞ്ഞാലിനു വേണ്ടി വാശി പിടിക്കുന്ന ഉണ്ണിക്കണ്ണനെ ഓർമ്മയില്ലേ? നിങ്ങളും കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള പലതരം വാശിയും ശാഠ്യവും പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരനുഭവം പങ്കുവെക്കുക. അപ്പോൾ മക്കളുടേതായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.